മദ്യനയ അഴിമതി കേസിൽ കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി വിശദമായി ചോദ്യം ചെയ്യും. നിർണായക വിവരങ്ങൾ കെജ്രിവാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ ബിആർ നേതാവ് കെ കവിതയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇഡി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിക്കും. അതേസമയം കെജ്രിവാൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേർന്നുണ്ട്. ഗൗതം, ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന ഈ ഒരു ചോദ്യം ചെയ്യലിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇഡി ഉള്ളത്. നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഇന്നലെയാണ് റോസ് അവന്യൂ കോടതി 7 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അയച്ചത്. ഇന്നു മുതൽ കൂടുതൽ വിശദമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ സാധിക്കും. ഈ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ തെളിവുകൾ ഡൽഹി മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. ഇന്നലെ റോസ് അവന്യൂ കോടതിയിൽ ശക്തമായ വാദങ്ങൾക്കിടയിൽ 100 കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നും ഇതിലൂടെ 600 കോടി രൂപയുടെ ലാഭം വിവിധ മദ്യ കമ്പനികൾക്ക് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല, ഈ മദ്യനയ അഴിമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ ഡൽഹി മുഖ്യമന്ത്രിയാണ് എന്ന വാദവും കോടതിയിൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ഇഡിയുടെ ആവശ്യപ്രകാരം ഡൽഹി മുഖ്യമന്ത്രിയെ 7 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് അയച്ചത്. അതേസമയം ഇന്ന് ഡൽഹിയിൽ പ്രതിഷേധ പരിപാടികൾ ആം ആദ്മി പാർട്ടിയും ഒപ്പം BJPയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഗാന്ധി സമാധി പീഠത്തിൽ രാജ്ഘട്ടിലാണ് BJPയുടെ പ്രതിഷേധം. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം കെജ്രിവാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രതിഷേധിക്കുന്നത്. ഇഡിയുടെ രാഷ്ട്രീയ പകപോക്കൽ എന്നാരോപിച്ചുള്ള പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി ഇന്ന് ഡൽഹിയിൽ നടത്തുന്നത്. വ്യക്തമാണ്. ഗൗതമാണ് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.